നിങ്ങൾക്കറിയാലോ ക്ലാസ് 10 അല്ലെങ്കിൽ SSLCക്കകത്ത് ഏറ്റവും പ്രധാനമായിട്ടും നമുക്ക് ഇനിയുള്ള പ്രധാനപ്പെട്ട നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൽ ഒരു റിവിഷൻ ടോപ്പ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതേപോലെ തന്നെ എക്സാമിനകത്തൊക്കെ ടോപ്പർ ആകാൻ വേണ്ടി നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ മക്കളെ പ്രധാനമായിട്ട് ഒരു ഫ്രീ വെബിനാർ എന്ത് ചെയ്യാണ്, സ്റ്റാർട്ട് ചെയ്യണം. ഒരു ഫ്രീ വെബിനാർ, അതായത് ഇനി എങ്ങനെ നിങ്ങൾ പഠിക്കണം, നിങ്ങളുടെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ എങ്ങനെയായിരിക്കണം, അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ വേണ്ടി മക്കളെ ശ്രദ്ധിക്കുക. December 29 മൺഡേ 6 മണിക്ക്, വൈകുന്നേരം 6 മണിക്ക് ഇതേപോലെ തന്നെ ഒരു വെബിനാറുമായിട്ട് നമ്മുടെ എല്ലാ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. സോ മക്കൾ എന്ത് ചെയ്യണം, ഇതേപോലെ തന്നെ ഈ QR കോഡിൽ പെട്ടെന്ന് തന്നെ അത് രജിസ്റ്റർ നിങ്ങൾ എന്ത് ചെയ്യണം കേട്ടോ. ഓക്കെ, അതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നത്, പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്കൊക്കെ പോകാം. ആദ്യം തന്നെ പറയാൻ പോകുന്നത് ദ ഗ്ലിംബസസ് ഓഫ് ഫ്രീ ഇന്ത്യ അല്ലെങ്കിൽ സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. ഈ ചാപ്റ്ററിനകത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മക്കളെ ഫോറിൻ പോളിസി എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇന്ത്യയുടെ ഫോറിൻ പോളിസി അല്ലെങ്കിൽ വിദേശ നയം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോറിൻ പോളിസിയുടെ പ്രധാനപ്പെട്ടുള്ള എന്താണ്, ഇതേപോലെ തന്നെ അതിന്റെ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ അതിന്റെ തത്വങ്ങളൊക്കെ എന്ത് ചെയ്യാം, ചോദിക്കാം. അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ഒന്നാണ് പഞ്ചശീല തത്വങ്ങൾ. ശ്രദ്ധിച്ചാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പഞ്ചശീല തത്വങ്ങൾ. അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് മക്കളെ. ചോദ്യം ഇവിടെ ശ്രദ്ധിച്ചോ, പഞ്ചശീൽ പ്രിൻസിപ്പിൾസ് റിമൈൻ റെലവന്റ് ഇൻ കണ്ടംപററി ഗ്ലോബൽ ഓർഡർ. എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് പഞ്ചശീൽ പ്രിൻസിപ്പിൾസ്. അപ്പോൾ ശ്രദ്ധിക്കുക മക്കളെ, അവിടെ പറയുന്നുണ്ട് ദ എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾസ് ഓഫ് പഞ്ചശീൽ പ്രിൻസിപ്പിൾസ്. നോക്ക്, പഞ്ചശീല തത്വങ്ങൾ സമകാലിക ആഗോള ക്രമത്തിൽ പ്രസക്തമായി തുടരുന്നു. പഞ്ചശീല തത്വങ്ങളുടെ പ്രധാന തത്വങ്ങൾ വിശദീകരിക്കുക. ഇങ്ങനൊരു ചോദ്യം ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട് മക്കളെ. ഇത് വരാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. കാരണം മുൻപ് ഇത്തരത്തിലേക്കുള്ള പാഠഭാഗങ്ങളൊക്കെ ഉള്ള ഒരു പ്രധാനപ്പെട്ട ടെക്സ്റ്റ് ബുക്ക് കഴിഞ്ഞ നിങ്ങളുടെ സീനിയേഴ്സിന് ഉണ്ടായിരുന്നു. ആ സമയത്ത് മക്കൾ മനസ്സിലാക്കി വെക്കുക, ഈ ഒരു ചാപ്റ്ററിനകത്ത് ആ ഒരു ഭാഗത്ത് ഈ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് പഞ്ചശീല തത്വങ്ങൾ. മക്കളെ നമുക്കറിയുന്നതാണ് പഞ്ചശീല തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ 1954 ചൈനീസ് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ചൗവൻലായും അതേപോലെ തന്നെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഈ പറഞ്ഞ ജവഹർലാൽ നെഹ്റുവും കൂടി ഇതുപോലെ തന്നെ ഒപ്പിട്ടുള്ള ഒരു കരാറാണ് പഞ്ചശീല തത്വങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. പഞ്ചശീല തത്വങ്ങൾ അല്ലെങ്കിൽ പഞ്ചശീൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് മക്കളെ. ചൈന അതുപോലെ തന്നെ ഇന്ത്യ അല്ലെ. അപ്പൊ നിങ്ങൾക്കറിയാം ഇതിൽ ആരൊക്കെയാണ് ഇതുപോലെ തന്നെ സൈൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് ആരാണ്, ഇതേപോലെ തന്നെ ചൈനയുണ്ട്, മറ്റൊരു ഭാഗത്ത് ആരുണ്ട്, ഇന്ത്യയുണ്ട് അല്ലെ. ഇന്ത്യയും ചൈനയുമാണ് ഇത് ഒപ്പുവെക്കുന്നത്. മക്കളെ എന്തൊക്കെയാണ് ഈ പറഞ്ഞ ഇന്ത്യയും ചൈനയും ഒപ്പുവെച്ചിട്ടുള്ള പഞ്ചശീല തത്വങ്ങളിലെ പ്രധാനപ്പെട്ട തത്വങ്ങൾ എന്തൊക്കെയാണ് നമുക്കത് നോക്കാം. നോക്കിക്കോളൂ, ഒന്നാമത് നോക്കിക്കോളൂ. ആ ഫസ്റ്റ് വൺ നോക്ക്, മ്യൂച്വൽ റെസ്പെക്ട് ഫോർ ഈച്ച് അതേഴ്സ് ടെറിട്ടറിയൽ ഇന്റഗ്രിറ്റി ആൻഡ് സോവറിറ്റി. മകളെ അവിടെ ആദ്യം പറയുന്നത് രാജ്യങ്ങളുടെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക. അതാണെന്ന്. അതായത് ഇന്ത്യ ചൈനയുടെയും ചൈന ഇന്ത്യയുടെയും ടെറിട്ടറി ഒക്കെ തന്നെ എന്ത് ചെയ്യണം, അംഗീകരിക്കണം. സോവറിറ്റി അംഗീകരിക്കണം, പരമാധികാരം എന്ത് ചെയ്യണം, അംഗീകരിക്കണം. അതേപോലെ തന്നെ നോക്ക്, പരസ്പരം ആക്രമിക്കാതിരിക്കുക. അവിടെ പറയുന്നുണ്ട് മക്കളെ മ്യൂച്വൽ നോൺ അഗ്രഷൻ പറയുന്നുണ്ട്. പരസ്പരം ആക്രമിക്കരുത്. ഇന്ത്യ ചൈനയെയും ചൈന ഇന്ത്യയും ആക്രമിക്കരുത്. അത് ഈ കരാറിൽ പറയുന്ന ഒരു കാര്യമാണ്. അടുത്ത നോക്ക്, മ്യൂച്വൽ നോൺ ഇന്റർഫിയറൻസ് ഇൻ ഈച്ച് അതേഴ്സ് ഇന്റേണൽ അഫയേഴ്സ്. മക്കളെ മറ്റുള്ള അതായത് ഈ പറയുന്ന ആഭ്യന്തര കാര്യങ്ങളിൽ ഇവർ പരസ്പരം ഇടപെടാതിരിക്കുക. അതായത് ഇന്ത്യ പോയിട്ട് ചൈനയ്ക്കകത്തുള്ള എന്തെങ്കിലും വിഷയത്തിനകത്ത് ഇടപെടരുത്. അതേപോലെ തന്നെ ചൈന വന്നിട്ട് ഇന്ത്യയിലുള്ള പ്രശ്നത്തിനകത്ത് എന്ത് ചെയ്യരുത്, ഇടപെടാൻ പാടില്ല. അതാണ് എന്ത് ചെയ്യുന്നത് അവിടെ പറഞ്ഞത്. ഇനി നോക്ക് മക്കളെ, സമത്വവും പരസ്പര സഹായവും പുലർത്തുക. അതായത് ഒബ്സർവ് ഇക്വാലിറ്റി ആൻഡ് മ്യൂച്വൽ അസിസ്റ്റൻസ്. അതെന്താണ്, നിർബന്ധമാണ്. ഏറ്റവും ലാസ്റ്റ് നോക്ക്, പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്. സമാധാനപരമായ സഹവർത്തിത്വം അല്ലെ. സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക. ഇത്രയും പോയിന്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നോക്കിക്കോളൂ, എല്ലാ ആൾക്കാരും നോക്കിക്കോളൂ. ഫസ്റ്റ് വൺ, രാജ്യങ്ങളുടെ അതിർത്തിയും പരമാധികാരവും എന്ത് ചെയ്യുക, അതേപോലെ തന്നെ അംഗീകരിക്കുക. അതേപോലെ തന്നെ പരസ്പരം ആക്രമിക്കാതിരിക്കുക. ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക. സമത്വവും പരസ്പര സഹായവും പുലർത്തുക. സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക. ഇത്രയും സാധനങ്ങളാണുള്ളത് മക്കളെ. ഇത് എങ്ങനെ പഠിക്കും? നിങ്ങൾ ആരും എന്ത് ചെയ്യണ്ട, അതുപോലെ തന്നെ ഇത് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കേണ്ട. ഞാൻ ചെറിയൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു കഥ ഞാൻ പറഞ്ഞുതരാം. ഒറ്റ കഥയുള്ളൂ. മക്കൾ ആലോചിച്ച് നോക്കുക, ഈ ചൈനയും അതുപോലെ തന്നെ ഈ ഇന്ത്യ ഉണ്ടല്ലോ, ഇതൊരു ഭാര്യയും ഭർത്താവാന്ന് വിചാരിക്കാം. അതായത് ഇവര് ഒരു ഭാര്യയും ഭർത്താവാണ്. അപ്പോൾ ഈ ചൈന ഇതേപോലെ തന്നെ ഒരു ഭാര്യയാണ്, ഇന്ത്യ ഇതുപോലെ തന്നെ ഒരു ഭർത്താവാന്ന് വിചാരിക്കാം. ഒരു ഭാര്യയുടെയും ഭർത്താവിന്റെയും ജീവിതത്തിനകത്ത് അവരെന്തൊക്കെ ഒന്നാലോചിച്ച് നോക്കുക. ഒരു ഭാര്യയുടെയും ഭർത്താവിന്റെയും ജീവിതത്തിനകത്ത് മ്യൂച്വൽ റെസ്പെക്ട് വേണ്ടേ? മ്യൂച്വൽ റെസ്പെക്ട് വേണ്ടേ? പരസ്പരമായിട്ടുള്ള ഒരു ബഹുമാനം വേണ്ടേ? മ്യൂച്വൽ റെസ്പെക്ട് വേണ്ടേ? ഉറപ്പാണ് മ്യൂച്വൽ റെസ്പെക്ട് വേണം. അതൊന്ന്. ഇനി മ്യൂച്വൽ റെസ്പെക്ട് മാത്രമാണോ? നോക്ക്, നോൺ അഗ്രഷൻ വേണ്ടേ? പരസ്പരം ആക്രമിക്കാൻ പറ്റുമോ? എന്തെങ്കിലും തരത്തിലേക്ക് ഒരു കാര്യം ഒരാൾ പറയുന്നു, ഭാര്യ ഒരു കാര്യം പറയുന്നു, അത് ഭർത്താവ് ഭാര്യ പറയുന്ന കാര്യം ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ആക്രമിക്കാൻ പറ്റുമോ? അതേപോലെ തിരിച്ചും ഇതുപോലെ തന്നെ ഭർത്താവ് ഭാര്യ ഒരു കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ ഭർത്താവ് തിരിച്ചും അങ്ങോട്ടും ആക്രമിക്കാൻ പറ്റുമോ? അങ്ങനെയൊന്നും പറ്റില്ല. തിരിച്ചു രണ്ട് സൈഡ് എന്ത് ചെയ്യാൻ പറ്റില്ല, ആക്രമിക്കാൻ പറ്റില്ല. അതാണ് നോൺ അഗ്രഷൻ അല്ലേ. അടുത്ത് നോക്കിയോളൂ മക്കളെ. അടുത്ത് നോക്ക്,
മ്യൂച്വൽ നോൺ ഇന്റർഫിയറൻസ് ഇൻ ഈച്ച് അതേഴ്സ് ഇന്റേണൽ അഫയേഴ്സിൽ ഇന്റർഫിയർ ചെയ്യരുത്, ആഭ്യന്തര കാര്യത്തിൽ ഇടപെടരുത്. ഒരു എക്സാമ്പിൾ, ഭാര്യ പോയിട്ട് ഭർത്താവിന്റെ ഫോണ് ഇത് പോയിട്ട് ചെക്ക് ചെയ്യേണ്ട. അതുപോലെ തന്നെ ഭർത്താവ് വന്നിട്ട് ഭാര്യയുടെ ഫോൺ എന്ത് ചെയ്യരുത്, ചെക്ക് ചെയ്യരുത്. അങ്ങനെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? കാരണം ഈ രണ്ടാൾക്കാർക്കും അവരുടേതായിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടാവും, അവർക്ക് അവരുടേതായിട്ടുള്ള ലോകമുണ്ട്. അവർ രണ്ട് ആൾക്കാർ, രണ്ട് ലോകത്തു നിന്ന് വന്ന ആൾക്കാരാണ് അല്ലേ, രണ്ട് സൊസൈറ്റിയിൽ നിന്നും അല്ലെങ്കിൽ രണ്ട് ആളുകളായി ജീവിച്ച് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടേതായിട്ടുള്ള ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അതിലൊക്കെ പോയി ഇടപെടേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെയൊന്നുമില്ല. നമ്മൾ പരസ്പരം റെസ്പെക്റ്റ് കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ട, അങ്ങനെ ഈ പറഞ്ഞ അവരുടെ ഇന്റേണൽ അഫയേഴ്സിലൊന്നും പോയിട്ട് അങ്ങനെയൊന്നും ഇടപെടേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത് നോക്ക് മക്കളെ, അടുത്ത് നോക്ക്, ഇക്വാലിറ്റി ആൻഡ് മ്യൂച്വൽ അസിസ്റ്റൻസ് അല്ലെ. ഇക്വാലിറ്റി ആൻഡ് മ്യൂച്വൽ അസിസ്റ്റൻസ് വേണം. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇപ്പോൾ പല വീട്ടിനകത്തും കണ്ടുവരുന്ന സിറ്റുവേഷൻ, ഭാര്യമാരാണെങ്കിൽ അവരൊക്കെ വീട്ടുജോലി, ഭർത്താക്കന്മാർ ആ വീട്ടുജോലിയൊന്നും ചെയ്യില്ല. പണ്ട് മുതലേ ഒരു ട്രഡീഷണൽ ആയിട്ട് വരുന്ന ഒരു സാധനമാണ്. പക്ഷെ അത് നല്ല കാര്യം നമ്മൾ പറയുന്നില്ല. വീട്ടിലുള്ള ജോലിയാണെങ്കിൽ അത് എന്ത് ചെയ്യണം, എല്ലാ ആൾക്കാരും ഒരുമിച്ച് ചെയ്യണം. അപ്പോൾ എന്ത് വേണം മക്കളെ, ഒരു മ്യൂച്വൽ അസിസ്റ്റൻസ് വേണ്ടേ, പരസ്പര ഒരു സഹായം വേണ്ടേ. അല്ലാതെ ഭക്ഷണം ഭാര്യ ഉണ്ടാക്കട്ടെ, അലക്കൽ ഭാര്യ ചെയ്യട്ടെ, അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ജോലിക്ക് ഭർത്താവ് മാത്രം പോയാൽ മതി, ഭാര്യ വീട്ടിൽ തന്നെ ഇരിക്കാൻ മതി, അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല, എല്ലാ ആൾക്കാരും ചെയ്യണം. അപ്പോൾ ഒരു മ്യൂച്വൽ അസിസ്റ്റൻസ് എന്ത് ചെയ്യണം, വേണ്ടേ, ഒരു മ്യൂച്വൽ അസിസ്റ്റൻസ് വേണം. ഇനി നോക്ക് മക്കളെ, ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് മെയിൻറ്റെയിൻ പീസ്ഫുൾ കോഎക്സിസ്റ്റൻസ്, ഇതൊക്കെ ഉണ്ടെങ്കിലാണ് ഒരു സമാധാനപരമായ സഹവർത്തിത്വം എന്ത് ചെയ്യാൻ നമുക്ക് സാധ്യമാവുക. അപ്പോൾ ഓർത്തു വെച്ചോ, ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഒരു കഥ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഓർത്തു വെച്ചാൽ മതി. അപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും ആകുമ്പോൾ എന്തൊക്കെ വേണം, അവർക്ക് മ്യൂച്വൽ റെസ്പെക്റ്റ് വേണം. അതേപോലെ തന്നെ നോൺ അഗ്രഷൻ, പരസ്പരം ആക്രമിക്കാൻ അവർ പാടില്ല. അതേപോലെ തന്നെ അവർ എന്ത് ചെയ്യണം, അവരുടെ ഇന്റേണൽ അഫയേഴ്സിൽ ഇടപെടരുത്, മറ്റുള്ള ആൾക്കാരുടെ പ്രശ്നത്തിനകത്ത്, അതായത് ഭർത്താവിന്റെ ഭാര്യന്റെ അങ്ങനെയുള്ള തരത്തിലൊന്നും പോയി വെറുതെ തലയിട്ട് ഇതാക്കാൻ നിൽക്കരുത്. പ്രത്യേകിച്ച് മൊബൈലിന്റെ കേസ് നമ്മൾ പറഞ്ഞു. അടുത്ത് നിങ്ങൾ നോക്ക്, അതേപോലെ തന്നെ ഈ മ്യൂച്വൽ അസിസ്റ്റൻസ് വേണം. ഇവർ പരസ്പരം എന്ത് ചെയ്യണം, ഒരു മ്യൂച്വൽ അസിസ്റ്റൻസ് ഇവർ എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. അതേപോലെ ഒരു പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് വേണം, സമാധാനപരമായ ഒരു സഹവർത്തിത്വം എന്ത് ചെയ്യണം. ഇത് ഓർത്ത് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യും, ഇതേപോലെ തന്നെ നമുക്ക് ഈ ഒരു പഞ്ചശീൽ പ്രിൻസിപ്പിൾസ് പഠിക്കാൻ എന്ത് ചെയ്യും, എളുപ്പമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ ആണോ, സെറ്റ് ആണോ? യെസ്, ഈ ഒരു ക്വസ്റ്റ്യൻ ഓർത്ത് വെച്ചൂടാ. അടുത്തത് മക്കളെ, ഈ ഒരു ഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യങ്ങളിലേക്കാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, അടുത്തത് നിങ്ങളെ കൊണ്ടുപോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ മക്കൾ ദേ പിടിച്ചോ, അടുത്ത പ്രധാനപ്പെട്ടിട്ടുള്ള ചോദ്യത്തിലേക്ക് ദേ പിടിച്ചോളൂ. യെസ്. ചോദ്യം ഇതാണ്, ദേ പിടിച്ചോ. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. ചോദ്യം ഇതാണ്, what are the important features of initiatives taken by independent India in the economic sector? മക്കളെ, പ്രധാനമായിട്ടും സാമ്പത്തിക മേഖലയിൽ സ്വതന്ത്ര ഇന്ത്യ സ്വീകരിച്ച സംരംഭങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? അപ്പൊ നമുക്ക് നോക്കണം മക്കളെ, സാമ്പത്തിക മേഖലയിൽ ഇതേപോലെ തന്നെ ഇന്ത്യ സ്വീകരിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഒന്ന് നോക്കണം. ഇത് ഇമ്പോർട്ടന്റ് ആണ് മക്കളെ, ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നോക്കിയോളൂ, സ്ട്രെങ്തനിങ് ദ ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്ന ഒരു ഭാഗം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തൽ എന്ന് പറയുന്ന ഒരു ഭാഗം കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതിനകത്തുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. അപ്പൊ നോക്ക് മക്കളെ, ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആയതിനു ശേഷം നമുക്ക് പ്രധാനമായിട്ട് രണ്ട് രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് നമുക്ക് മുൻപിൽ ഉണ്ടായിരുന്നത്. ഒന്നുകിൽ പബ്ലിക് സെക്ടർ നമുക്ക് ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ പൊതുമേഖല നമ്മൾ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. ആ പൊതുമേഖല, അതായത് ഗവൺമെന്റിന് ഇമ്പോർട്ടൻസ് എടുക്കുന്ന പൊതുമേഖല സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടർ അല്ലെങ്കിൽ സ്വകാര്യ മേഖല നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ തന്നെ സ്വീകരിക്കാം. രണ്ട് വേണമെങ്കിൽ ചെയ്യാം. അതായത് ഒന്ന്, ഈ പറയുന്ന സർക്കാരിന്റെ അധീനതയിലുള്ള, അതായത് കംപ്ലീറ്റും സർക്കാർ നിയന്ത്രിക്കുന്ന ഒരു സിസ്റ്റം ഇവിടെ കൊണ്ടുവരാം. അതല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടും സ്വകാര്യ മേഖല, എല്ലാം പ്രൈവറ്റിന് ഇതുപോലെ തന്നെ കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റം നമ്മൾ കൊണ്ടുവരാം. അപ്പൊ ഇന്ത്യക്കകത്ത് നിങ്ങൾ കണ്ടത് ഇത് രണ്ടും ഇന്ത്യ എന്ത് ചെയ്യുന്നില്ല, ഫോളോ ചെയ്യുന്നില്ല. പകരം ഇതിനെ രണ്ടിനെയും കൂടി കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നമ്മൾ മിക്സഡ് എക്കോണമി എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്. മിക്സഡ് എക്കോണമി, അതായത് ഗവൺമെന്റിന് റോൾ ഉണ്ട്, അതേപോലെ തന്നെ പ്രൈവറ്റിന് റോൾ ഉണ്ട്. അങ്ങനെയുള്ള മിക്സഡ് എക്കോണമി അല്ലെങ്കിൽ മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്. രണ്ടിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട്, പൊതുമേഖലയ്ക്കും അതുപോലെ സ്വകാര്യ മേഖലയ്ക്കും രണ്ടിനും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു മിക്സഡ് എക്കോണമിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത് കേട്ടോ. എന്താണ് മിശ്ര സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ മിക്സഡ് എക്കോണമിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്. മനസ്സിലാക്കി വെക്കുക. ആ സമയത്ത് പ്രധാനമായിട്ട് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ കുറച്ച് നാൾവഴികളൊക്കെ ഉണ്ട്. അത് ടെക്സ്റ്റ് ബുക്കിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് ഓർത്ത് വെച്ചൂടാ. ഇനി മക്കൾ ശ്രദ്ധിക്കേണ്ടത്, ആ സമയത്ത് ഇതാ നിങ്ങൾക്ക് പ്രധാനമായിട്ട് ലോകത്തിനകത്തുള്ള ഒരു സ്ട്രക്ചർ എന്താന്ന് വെച്ചാൽ, നിങ്ങൾ നോക്കി, ഒരു ഭാഗത്ത് ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ അമേരിക്ക ഫോളോ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ റഷ്യ അടക്കമുള്ള USSR എന്നാണ് പറയുക, USSR ആയിട്ടുള്ള രാജ്യങ്ങളൊക്കെ തന്നെ സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ പോകുന്നുണ്ട്. ആ സമയത്താണ് ഇന്ത്യ ഈ പറയുന്ന ഈ റഷ്യയുടെ കൂടെയും അതേപോലെ തന്നെ ഈ US-ന്റെ കൂടെയും ഒക്കെ ഒന്നും ചേരാതെ മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ത് ചെയ്യുന്നത്, ഇന്ത്യ ഫോളോ ചെയ്യുന്നത്. നമ്മുടെ മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ത് ചെയ്യുന്നത്, ഇന്ത്യ ഫോളോ ചെയ്യുന്നത് കേട്ടോ. കാരണം എന്താ അറിയോ, നമ്മൾക്ക് അമേരിക്കയെ ആവശ്യമുണ്ട് ആ സമയത്ത്, അതേപോലെ തന്നെ നമ്മൾ USSR-നെ ആവശ്യമുണ്ട്. കാരണം ഇവർ രണ്ടാണ് അന്നത്തെ വേൾഡ് പവർ എന്ന് പറയുന്നത്. ആ സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മിക്സഡ് എക്കോണമി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോളോ
ഫോളോ ചെയ്യുന്നത്. ഇനി മക്കൾ മനസ്സിലാക്കി വെക്കുക, ഈ സമയത്ത് ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ഇതുപോലെ തന്നെ പിന്തുടരുന്നത് USSRന്റെ ഒക്കെ ചില പ്ലാനിംഗ് ആണ്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ എക്കണോമിക് പ്ലാനിംഗ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്തിരുന്നത് അന്ന് സോവിയറ്റ് യൂണിയൻ ഫോളോ ചെയ്തതാണ്. സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞാൽ റഷ്യയും അതുപോലെ തന്നെ കുറഞ്ഞ രാജ്യങ്ങളുടെയൊക്കെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു സഖ്യമാണ് ഈ പറഞ്ഞ USSR. അവരുടെ പ്രധാനപ്പെട്ട സിസ്റ്റമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രധാനപ്പെട്ട ഈ ഒരു എക്കണോമിക് പ്ലാനിംഗ് അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഫോളോ ചെയ്യുന്നത് കേട്ടോ. ഒരു സാമ്പത്തിക ആസൂത്രണം നമ്മൾ അവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത് ഫോളോ ചെയ്യുന്നത് കേട്ടോ, ഓർത്ത് വെച്ചോളാം. ഇനി മക്കൾ ശ്രദ്ധിക്കുക, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് 5 ഇയർ പ്ലാൻ അല്ലെങ്കിൽ പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറഞ്ഞാൽ 5 ഇയർ പ്ലാൻ അല്ലെങ്കിൽ പഞ്ചവത്സര പദ്ധതി. ഇനി മക്കളെ എന്താണ് ഈ പഞ്ചവത്സര പദ്ധതി? പഞ്ചവത്സര പദ്ധതി എന്ന് പറഞ്ഞാൽ 1951 മുതൽ 56 വരെയുള്ള കാലഘട്ടത്തിനകത്ത് നിങ്ങൾ നോക്കുക, ഒരു 5 വർഷം, ഈ ഒരു 5 വർഷത്തിൽ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് നമ്മൾ എന്ത് ചെയ്യാണ്. അന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് അഗ്രികൾച്ചർ ഡെവലപ്മെന്റിനാണ്. കാരണം ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു അഗ്രേറിയൻ എക്കോണമിയാണ്. സോ അതുകൊണ്ട് തന്നെ കാർഷിക വികസനത്തിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്, പ്രാധാന്യം കൊടുത്തത്. ആ സമയത്ത് കൃഷി ഡെവലപ്പ് ചെയ്യാൻ കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാണ്. അതായത് കുറെ ഡാമുകൾ ഉണ്ടാക്കുക, അതുപോലെ തന്നെ ഫാമേഴ്സിന് എന്ത് ചെയ്യാണ്, അവർക്ക് കുറെ സഹായങ്ങൾ കൊടുക്കുക, കൃഷിക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കുറെ സഹായങ്ങൾ കൊടുക്കുക. അങ്ങനെ മാക്സിമം കൃഷിയെ ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ അഗ്രികൾച്ചറിനെ ഡെവലപ്പ് ചെയ്യാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നോക്ക്, ഇറിഗേഷൻ ഫെസിലിറ്റീസ് ആ കാലഘട്ടത്തിൽ കുറെ വന്നു. അതുപോലെ തന്നെ പവർ ജനറേഷൻ എന്ത് ചെയ്തു, നമ്മൾ ഡെവലപ്പ് ചെയ്തു കേട്ടോ. അതായത് ജലസേചന സൗകര്യങ്ങൾ നമ്മൾ ഡെവലപ്പ് ചെയ്തു, അതുപോലെ വൈദ്യുതി ഉൽപ്പാദനം നമ്മൾ എന്ത് ചെയ്തു, ഡെവലപ്പ് ചെയ്തു. ആ സമയത്ത് ഒരുപാട് അണക്കെട്ടുകൾ നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട്. സത്ലജ് നദിയിൽ, ബക്രാനങ്കൽ, അതുപോലെ തന്നെ മഹാനദിയിലാണ് ദാമോദർ ഹിരാകുഡ് നദീതട പദ്ധതികൾ. ഇതൊക്കെ ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ, ഓർത്ത് വെച്ചു. ഈ പറയുന്ന ബക്രാനങ്കൽ, അതുപോലെ തന്നെ ഈ പ്രധാനപ്പെട്ട നിങ്ങൾക്കാണ് ദാമോദർ വാലി പ്രൊജക്ട്, ഹിരാക്കുഡ് മഹാനദിയിൽ അല്ലേ. അപ്പൊ ഇതൊക്കെ എന്താണ് കാണുന്നുണ്ട്, ശ്രദ്ധിക്കട്ടോ. ഇങ്ങനത്തുള്ള അടിപൊളിയായിട്ടുള്ള ഒരുപാട് ഡാമുകളൊക്കെ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഒന്നാമത്തെ 5 ഇയർ പ്ലാനകത്ത് നമ്മൾ മെയിനായിട്ടും ഇതുപോലെ തന്നെ ഫോക്കസ് ചെയ്തിരുന്നത് എന്തിനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അഗ്രികൾച്ചറിനാണ് അല്ലെങ്കിൽ കൃഷിക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കൊടുത്തിരുന്നത്. കൃഷിക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത്. റെഡി. ഇനി അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് നിങ്ങൾ നോക്ക്, 5 ഇയർ പ്ലാനിൽ രണ്ടാമത്തെ വരികയാണ്, സെക്കൻഡ് 5 ഇയർ പ്ലാൻ വരികയാണ്. സെക്കൻഡ് 5 ഇയർ പ്ലാന്റെ ഇയർ 1956 to 1961 ആണ്. 1956 മുതൽ 61 വരെ. ഒന്നാമത്തെ കഴിഞ്ഞ് തൊട്ടടുത്ത് നമ്മൾ തുടങ്ങുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്തത് ഇൻഡസ്ട്രിക്കാണ്, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിനാണ്. അതായത് സെക്കൻഡ് 5 ഇയർ പ്ലാനിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് നമ്മുടെ ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ വ്യവസായം ഇതേപോലെ തന്നെ എന്താണ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ നോക്കിയാൽ ഇരുമ്പുരുക്ക് അത് വ്യവസായങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് വരുന്നുണ്ട്. അതിൽ ഉദാഹരണമാണ് റൂർക്കേല, ബിലായി, ഇങ്ങനെയുള്ള ഇരുമ്പുരുക്ക് ശാലകൾ കേട്ടോ. പ്രധാനപ്പെട്ടുള്ള റൂർക്കേല, ബിലായി പോലുള്ള അയൺ ആൻഡ് സ്റ്റീൽ കമ്പനികൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മക്കൾ ശ്രദ്ധിച്ചോ, ഇങ്ങനത്തെ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റുകൾ നമ്മൾ എന്ത് ചെയ്യാണ്, സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഫസ്റ്റ് ടൈമിൽ നമ്മൾ അഗ്രികൾച്ചർ ആണെങ്കിൽ സെക്കൻഡ് ഫേസിനകത്ത് നമ്മൾ എന്തായി, ഇൻഡസ്ട്രി നമ്മൾ എന്ത് ചെയ്തു, ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. ഓക്കെ, മനസ്സിലാക്കി വെക്കുക. അത് കഴിഞ്ഞാൽ മക്കൾ ശ്രദ്ധിക്കണം, നെക്സ്റ്റ് വൺ നിങ്ങൾക്ക് അവിടെ കാണേണ്ടത്, അങ്ങനെ ഒരുപാട് 5 ഇയർ പ്ലാനുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടാകുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ നിങ്ങൾ ഈ പറയുന്ന അയൺ ആൻഡ് സ്റ്റീൽ കമ്പനീസ് വേറെയും ഒരുപാട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ തന്നെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് റൂർക്കേല, ശ്രദ്ധിക്കണേ, റൂർക്കേല എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അന്ന് ഒഡീഷയ്ക്കകത്ത് നിങ്ങൾ ശ്രദ്ധിക്കാം, ജർമ്മനിയുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ റൂർക്കേല കൊണ്ടുവരുന്നത്. അതേപോലെ തന്നെ ബിലായി അതുപോലെ തന്നെ ബിലായും ബൊക്കാറോയും, ഈ പറയുന്ന ബിലായി എന്ന് പറഞ്ഞാൽ ഛത്തീസ്ഗഡിലാണ്, അത് സോവിയറ്റ് യൂണിയൻ ആണ്. ബൊക്കാറോയും സോവിയറ്റ് യൂണിയൻ ആണ്. അപ്പൊ സോവിയറ്റ് യൂണിയന്റെ രീതിയിൽ ബിലായി ബൊക്കാറോ ഓർത്ത് വെച്ചോ. BBSS എന്ന് ഓർക്കുക, BBSS, ബിലായി ബൊക്കാറോ. SS എന്ന് പറഞ്ഞാൽ സോവിയറ്റ് യൂണിയൻ കേട്ടോ, BBSS എന്ന് ഓർക്കുക. BBSS എന്ന് പറഞ്ഞാൽ ബിലായി ബൊക്കാറോ, അത് സോവിയറ്റ് യൂണിയൻ കേട്ടോ, ഓർത്ത് വെച്ചോളൂ. BBSS എന്നുള്ളത് ഓർത്ത് വെച്ചാൽ ബിലായി ബൊക്കാറോ എന്ന് കിട്ടും. ഇനി ദുർഗാപൂർ എന്ന് പറയുന്ന ഒരു അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ഉണ്ട്. അത് നമ്മൾ ബ്രിട്ടന്റെ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിന്റെ സഹായത്തോൽ വെസ്റ്റ് ബംഗാളാണ് നമ്മൾ ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് ഏറ്റവും മേജർ ആയിട്ടുള്ള അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ്സ്. അപ്പൊ നമ്മുടെ ഫോറിൻ അസിസ്റ്റൻസ് അല്ലെങ്കിൽ വിദേശ സഹായത്തിൽ ഒരുപാട് ഇരുമ്പുരുക്ക് ശാലകൾ നമ്മൾ നിർമ്മിക്കുന്നു. അതാണ് നമ്മൾ പറഞ്ഞത്. റൂർക്കേല ആരുടെ സഹായത്തിലാണ്, ജർമ്മനിയുടെ സഹായത്തിലാണ്. ഈ ബിലായും ബൊക്കാറോയും വരുന്നത് സോവിയറ്റ് യൂണിയന്റെ സഹായത്തിലാണ്. അതുപോലെ തന്നെ ദുർഗാപൂർ ആരുടെ സഹായത്തിലാണ്, നമ്മുടെ യുണൈറ്റഡ് കിങ്ഡംസ് അല്ലെങ്കിൽ ബ്രിട്ടൻ, ഇംഗ്ലണ്ടിന്റെ സഹായത്തിലാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, റെഡി അല്ലേ, സെറ്റ് അല്ലേ? ഇനി മക്കൾസ് ഇതിന്റെ മലയാളം കൂടി അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൂടി ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം. ഇനി ഇതിനകത്ത് നിങ്ങൾ നോക്ക്, ഇത്തരത്തിലേക്ക് ആ കാലഘട്ടത്തിൽ തന്നെ ഒരുപാട് ലാൻഡ് റിഫോംസുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നടത്തുന്നുണ്ട്. ഒരുപാട് ലാൻഡ് റിഫോംസുകൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നടത്തുന്നുണ്ട്. കാരണം അന്ന് വലിയൊരു ഏരിയ ഇതുപോലെ വലിയ ജന്മികളായിട്ടുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യായിരുന്നു, കൺട്രോൾ ചെയ്യായിരുന്നു. അപ്പോൾ ആ ഇതിൽ നിന്നൊക്കെ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ചെറിയ ചെറിയ ആളുകൾക്കൊക്കെ ഇത് കൊടുക്കാനും അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ പരിധികൾ നിശ്ചയിക്കാനും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ തുടങ്ങുന്നുണ്ട്. മാക്സിമം എല്ലാ ആൾക്കാരിലേക്കും എന്ത് ചെയ്യണം, ലാൻഡ് എത്താൻ വേണ്ടിയിട്ടാണ്. അത് കൂടാതെ മക്കൾ ശ്രദ്ധിക്കണം, അത്തരത്തിലേക്ക് ഒരു വലിയ തരത്തിലേക്കുള്ള ഒരു ഫുഡ് പ്രൊഡക്ഷൻ നമുക്ക് എന്ത് ചെയ്യാണ്, ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇതുപോലെ ഉണ്ടായി വരികയാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഹരിത വിപ്ലവം. ശ്രദ്ധിക്കണം, ധവള
വിപ്ലവം, ഗ്രീൻ റവല്യൂഷൻ, അതുപോലെ തന്നെ ബ്ലൂ റവല്യൂഷൻ. അതായത് ധവള വിപ്ലവം എന്ന് പറഞ്ഞാൽ വൈറ്റ് റവല്യൂഷൻ, ഗ്രീൻ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഹരിത വിപ്ലവം, അതുപോലെ തന്നെ ബ്ലൂ റവല്യൂഷൻ. ഇതൊക്കെ തന്നെ എന്താണ്, നീല വിപ്ലവം. ഇതൊക്കെ തന്നെ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ മാക്സിമം നമ്മൾ ഇതുപോലെ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട വ്യവസായ കാർഷിക മേഖലകളൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതാണ് എന്ത് ചെയ്യുന്നത്, അവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഓർത്ത് വെച്ചോളൂ. അപ്പൊ നോക്ക്, ഹരിത വിപ്ലവം ആണെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ എം.എസ്. സ്വാമിനാഥന്റെ ഒക്കെ നേതൃത്വത്തിലാണ് 1960 to 70 വരെയുള്ള കാലഘട്ടത്തിനകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. എം.എസ്. സ്വാമിനാഥനാണ്, അദ്ദേഹത്തിനാണ് ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ ഇൻ ഇന്ത്യ എന്ന് വിളിക്കുന്നത്. മാക്സിമം നമ്മൾ ചെയ്തത് അന്ന് ഏറ്റവും ഹൈ ഈൽഡ് ഓഫ് വെറൈറ്റി ക്രോപ്സുകൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അതായത് നല്ല ഇതുപോലെ തന്നെ ഉൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, അതുപോലെ തന്നെ ഇറിഗേഷൻ ഫെസിലിറ്റീസ്, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, ഇതൊക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് മാക്സിമം കൃഷിയിൽ ഭയങ്കരമായിട്ട് നമ്മൾ ഇതുപോലെ തന്നെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഉൽപാദനം കൂട്ടുകയാണ് നമ്മൾ ഇതിലൂടെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതാണ് ഈ ഹരിത വിപ്ലവം കേട്ടോ. 1960-70 കാലഘട്ടത്തിലാണ് ഡോക്ടർ എം.എസ്. സ്വാമിനാഥനാണ് ഓർത്തു വെച്ചുള്ള പ്രധാനപ്പെട്ട അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളും ജലസേചന സൗകര്യങ്ങളും രാസവളവും കീടനാശിനിയും ഒക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ഓർത്തു വെച്ചുള്ള. അത് കഴിഞ്ഞാൽ നമ്മൾ വരുന്നത് വൈറ്റ് റവല്യൂഷൻ ആണ്. വൈറ്റ് റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ പാലുൽപാദനത്തിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അത് മെയിനായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞ അമൂലൊക്കെ പോലുള്ള സംഭവങ്ങളൊക്കെ വരികയാണ്. അത് ഡോക്ടർ വർഗീസ് കുര്യനാണ് എന്ത് ചെയ്തത്, ഇന്ത്യക്കകത്ത് കൊണ്ടുവന്നത് കേട്ടോ. ഓക്കെ, റെഡി. ഇനി അത് കഴിഞ്ഞാൽ ബ്ലൂ റവല്യൂഷൻ. ബ്ലൂ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ മക്കളെ ശ്രദ്ധിക്കുക, ഫിഷുമായി ബന്ധപ്പെട്ടാണ്, മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ടാണ്. മത്സ്യ ഉൽപാദനം നമ്മൾ എന്ത് ചെയ്യാണ്, ആ കാലഘട്ടത്തിൽ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതൊക്കെ ഭയങ്കരമായിട്ടുള്ള നമ്മുടെ ഒരു ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ഗ്രോത്ത് ഒക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലേക്ക് ഗ്രാജുവലി ആണ്, ഇത്തരത്തിലേക്കുള്ള കുറേ പോയിന്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇത്തരത്തിലേക്കുള്ള നമ്മുടെ ഈ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്കണോമിക് സെക്ടേഴ്സുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ എഴുതി വെക്കേണ്ടത് കേട്ടോ. ഓർത്ത് വെച്ചോളണം. സാമ്പത്തിക മേഖലയിൽ ഇന്ത്യ സ്വീകരിച്ച സംരംഭങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഓക്കെ, റെഡി അല്ലേ, സെറ്റ് അല്ലേ? യെസ്, ഓക്കെ, റെഡി. ഇനി കുഞ്ഞുങ്ങളെ ദേ പിടിച്ചോളൂ. അടുത്തത് നമ്മൾ എന്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, റെഡി അല്ലേ, സെറ്റ് അല്ലേ? സെറ്റ്. അതിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പോകുന്നത്. യെസ്, റെഡി. അങ്ങനെയാണെങ്കിൽ മക്കളെ ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്ക് കൂടി നമ്മൾ വരികയാണ്. ചോദ്യം ഇതാണ്, പിടിച്ചോളൂ. വൈ വാസ് ദർ വാസ് നോ മാസ് എക്സോഡസ് ഇൻ ബംഗാൾ like what happened in Punjab during the partition of India and Pakistan. ഇന്ത്യ പാകിസ്ഥാൻ വിഭജന സമയത്ത് പഞ്ചാബിൽ സംഭവിച്ചതുപോലെ ഒരു കൂട്ടപലായനം ബംഗാളിൽ ഉണ്ടാകാതിരുന്നതിന്റെ കാരണം എന്താണ്? മക്കൾ മനസ്സിലാക്കി നോക്കുക. ഇന്ത്യയും ഇതുപോലെ തന്നെ പാകിസ്ഥാനുമായിട്ട് ഡിവൈഡ് ചെയ്ത സമയത്ത് ഏറ്റവും കൂടുതൽ മൈഗ്രേഷൻ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും ഈ ഒരു ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ട്. അതായത് ഈ പറഞ്ഞ വെസ്റ്റ് പാകിസ്ഥാനിൽ അല്ലെങ്കിൽ വടക്കൻ പാകിസ്ഥാനിൽ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഈസ്റ്റ് പാകിസ്ഥാൻ ഉണ്ടല്ലോ, ഈസ്റ്റ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ കിഴക്കൻ പാകിസ്ഥാൻ, അതായത് നമ്മുടെ ഇന്നത്തെ ബംഗ്ലാദേശുള്ള ഭാഗം, ഇതും അന്ന് പാകിസ്ഥാന് കൊടുത്തിരുന്ന ഭാഗമാണ്. അപ്പോൾ എന്തുകൊണ്ട് ഈ ഭാഗത്ത് അത് സംഭവിച്ചില്ല? അങ്ങനെ ഒരു ചോദ്യം എന്ത് ചെയ്യും, ചിലപ്പോൾ ചോദിക്കും. അപ്പോൾ മക്കളെ അതിൻ്റെ ഒരു ഉത്തരം നമ്മളൊന്ന് പറയണം. ഒന്നാമത്തത്, സെക്കുലർ നാഷണലിസം ദാറ്റ് ഡെവലപ്ഡ് ഡ്യൂറിംഗ് ദ മൂവ്മെന്റ് അഗേൻസ്റ്റ് ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ ഇൻ 1905 ആണ്. മക്കളെ 1905 ബംഗാൾ വിഭജനത്തിനെ തുടർന്ന് ഒരു സെക്കുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മതനിരപേക്ഷയിൽ ഊന്നിയ ഒരു ദേശീയത എന്ത് ചെയ്യുന്നുണ്ട്, ആ സമയത്ത് ബംഗാളിൽ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. അതായത് മക്കൾ മനസ്സിലാക്കേണ്ടത്, ഈ പറഞ്ഞ ബംഗാൾ എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ തന്നെ നിങ്ങൾ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഡിവൈഡ് ചെയ്തപ്പോൾ തന്നെ ഈ പറഞ്ഞ ഹിന്ദുസും മുസ്ലിംസിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇത് ഡിവൈഡ് ചെയ്തത്. അപ്പോൾ തന്നെ ആൾക്കാർ എന്ത് ചെയ്യണം, നമ്മളൊക്കെ ഒരുമിച്ച് നിൽക്കണം, ബ്രിട്ടീഷുകാർ നമ്മളെ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിന്റെ ഭാഗമായിട്ട് ചെയ്തതെന്നുള്ള ആളുകൾക്കുള്ളിലേക്കുള്ള ഒരു ബോധം ഉണ്ടായിരുന്നു. അപ്പൊ അതൊരു പ്രധാനമായിട്ട് ഒരു ഘടകമായിരുന്നു. അതേപോലെ തന്നെ മക്കൾ ശ്രദ്ധിക്കണം. അടുത്തത് ദ ലിംഗ്വിസ്റ്റിക് യൂണിറ്റി ആണ്. ലിംഗ്വിസ്റ്റിക് യൂണിറ്റി അല്ലെങ്കിൽ ഈ പറഞ്ഞ ഭാഷാപരമായ ഐക്യം അല്ലെ, ബംഗാൾ ജനതയുടെ ഭാഷാപരമായ ഐക്യം. അപ്പൊ നിങ്ങൾ കണ്ടത് ഇവിടെയുള്ള ആൾക്കാർ എന്താ, നിലവിലെ ബംഗ്ലാദേശിലുള്ള ആൾക്കാരും അതുപോലെ തന്നെ നിലവിൽ നമ്മുടെ ഈ ബംഗാളിലുള്ള ആൾക്കാരും ഇവരൊക്കെ സംസാരിക്കുന്ന ഭാഷ ബംഗാളിയാണ്. അപ്പോൾ ഇവരൊക്കെ തമ്മിൽ എന്തുണ്ട്, പരസ്പരമായ ഒരു ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള ഒരു യൂണിറ്റി ഉണ്ട്, ഭാഷാപരമായ ഒരു ഐക്യമുണ്ട്. അതും ഇവർ തമ്മിൽ എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടാത്തയും അതുപോലെ തന്നെ മൈഗ്രേഷൻ വരാത്തതിൻ്റെ ഒരു കാരണം തന്നെയാണ്. ഇനി അടുത്ത നിങ്ങൾ ശ്രദ്ധിച്ചോ, അടുത്തത് ബ്രഹ്മപുത്ര നദിയും അവയുടെ പോഷക നദികളും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പലായനത്തിന് വിഘാതമായി കേട്ടോ. സോ ദ ബ്രഹ്മപുത്ര റിവർ ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ് ഹിൻഡേർഡ് ദ സഡൻ മൈഗ്രേഷൻ ബോത്ത് ദ കൺട്രീസ്. അതായത് നമ്മൾ ശ്രദ്ധിക്കുക, ഇത്രയേ ഉള്ളൂ മക്കളെ. നോക്കുക, ഇവിടുന്ന് ആൾക്കാർ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇതിലൊക്കെ കുറെ റിവേഴ്സ് ഉണ്ട്, ഈ ബ്രഹ്മപുത്രയ്ക്ക് ഒഴുകുന്നുണ്ട്. അപ്പൊ ഇത് കടന്ന് ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. അതും പ്രധാനമായിട്ട് എന്താണ്, ഈ മൈഗ്രേഷനെ തടസ്സപ്പെടുത്തിയ കാര്യങ്ങളാണ്. അപ്പൊ നോക്കിയോ, കണ്ടോ ഈ പിക്ചറിനകത്ത് നിങ്ങൾ നോക്കി, ഞാൻ ഇവിടെ എ എന്നും ബി എന്നും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഇന്ത്യക്കാർ ഏതാണ്, ബംഗ്ലാദേശികൾ ഏതാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം രണ്ടും ഒരേപോലെയുള്ള കൾച്ചർ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. ഇവർ രണ്ടാൾക്കാരും ബംഗാളിയൊക്കെ സംസാരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവർ ഭാഷാപരമായിട്ടൊക്കെ ഭയങ്കര ഐക്യമുണ്ട്. ഇനി രണ്ടാമത്തെ നിങ്ങൾ നോക്കിയോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതാണ് ബംഗ്ലാദേശ്, നിലവിലുള്ള ബംഗ്ലാദേശ്. ബംഗ്ലാദേശിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഈ ഒരു സൈഡിലാണ്. അതായത് നമ്മളിപ്പോൾ ഇന്ത്യയിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗത്താണ്, ധാക്കയൊക്കെ ഈ ഭാഗത്താണ്, ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്ത് ചെയ്യുന്നത്, നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട റിവറാണ് ബ്രഹ്മപുത്ര. ഇപ്പം നിങ്ങൾ നോക്കുക, ബ്രഹ്മപുത്ര കണ്ടോ, ഇതിലെ ഇങ്ങനെ ബ്രഹ്മപുത്ര നദി ഇങ്ങനെ
ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്, ഇങ്ങനെ അതിൻ്റെയൊക്കെ പോഷക നദികളുണ്ട്. അപ്പോൾ ഇതൊക്കെ കടന്നിട്ട് ഈ ഒരു പോഷക നദിയൊക്കെ കടന്നിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, ഏറ്റവും കൂടുതൽ ഇതുപോലെ തന്നെ ആൾക്കാർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ ഭാഗത്താണ്. അപ്പോൾ ഇവിടുന്ന് ആൾക്കാർ ഇതൊക്കെ കടന്ന് നമ്മുടെ ഇന്ത്യയിലേക്കൊക്കെ വരിക എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് എന്തല്ല, പോസിബിൾ അല്ല. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ഇന്ത്യയിൽ ഇതാ നോക്ക് മക്കളെ, വെസ്റ്റേൺ പാകിസ്ഥാൻ, പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും ഉള്ളതുപോലെ ഒരു മൈഗ്രേഷൻ ഈ പറഞ്ഞ കിഴക്കൻ പാകിസ്ഥാൻ അല്ലെങ്കിൽ ഈസ്റ്റേൺ പാകിസ്ഥാനിൽ നിന്ന് എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. അതിന്റെ കാരണം ഇത്രയുമാണ്. ഈ 3 പോയിന്റ് എൻ്റെ മക്കൾ ഓർമ്മയുണ്ട്, കൃത്യമായി മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. സോ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് പറയാനുള്ളത്. ബാക്കി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ലൈവിനകത്ത് കൃത്യമായിട്ട് പറയും.